തൃശൂരിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടയിൽ പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പരാതി. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണത്തിനിടയിലാണ് നാട്ടുകാർ പരാതിയുമായി വന്നത്. ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്ന വീട്ടിലെ ആളുകളെ ഫ്ളാറ്റ് അധികൃതർ രഹസ്യമായി മാറ്റിപ്പാർപ്പിച്ചതായും ആരോപണമുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് സമീപത്തെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നത്. ഇതിനു മുൻപ് തന്നെ പ്രദേശത്തെ വീടുകൾ വിണ്ടുകീറിയെന്ന പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ വീടുകളൊക്കെ തന്നെ ഈ ഫ്ലാറ്റ് പണിത അന്ന് മുതൽ തന്നെ ഓരോ ബുദ്ധിമുട്ടുകളിലായിട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ഈ ഫസ്റ്റ് ഫ്ലാറ്റ് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇതിനുള്ള സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവർ പല ഇതികളിലും കോർപ്പറേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ പൈസ കൊടുത്ത് ഞങ്ങൾ ഏത് രേഖ ആവശ്യപ്പെട്ടാലും ആ രേഖകൾക്കൊക്കെ ഇവർ എതിരായിട്ടുള്ള ഇത് വരുത്തി ഈ 2 ഫ്ലാറ്റും ഇവർ പണിതു. ദേശായി ഹോംസിന്റെ കുര്യച്ചിറയിലെ പുതിയ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതു മുതൽ ചെറുതും വലുതുമായ പ്രതിഷേധങ്ങളും പരാതികളും സമീപവാസികൾ ഉന്നയിച്ചിരുന്നു. വീടുകൾക്കുള്ളിൽ പോലും വിള്ളലാണെന്നും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീടുകൾ ഇടിഞ്ഞു താഴുമെന്നും നാട്ടുകാർ പറയുന്നു. ബിൽഡിംഗ് പൊട്ടിച്ചോ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു. അവർക്ക് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ബിൽഡിംഗ് പണിയാൻ ഒന്നിനും. ഞങ്ങൾ അവരോട് പൈസ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നേ പറഞ്ഞത് ഈ ബിൽഡിംഗ് വേണ്ട എന്നാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്. പിന്നെ ഇവർക്ക് അതിനൊരു തയ്യാറല്ലെങ്കിൽ ഈ ബിൽഡിംഗ് പൊട്ടിച്ചോ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഉറച്ച തീരുമാനത്തിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇതിന് ഞങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. ഞങ്ങൾ ഈ സമരം ഇവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരാതി പറയാൻ കോർപ്പറേഷനിലെത്തിയ നാട്ടുകാരെ കാണാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. സംഭവസ്ഥലത്ത് BJP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ജനം, തൃശൂർ.